ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് ഈ ഹിറാ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഇതിനെ ജബലുന്നൂർ എന്നാണ് പറയുക. ഈ ജബലുന്നൂറിനകത്ത് ഏറ്റവും ടോപ്പിലേക്ക് എത്തി പിന്നെ താഴോട്ട് ഇറങ്ങിയാലാണ് ഈ ഗുഹ കിട്ടുക. ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീർത്ഥാടന കേന്ദ്രമോ പുണ്യകേന്ദ്രമോ ആയിട്ട് എവിടെയും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഹദീസുകളിലോ ഖുർആനിലോ ഇതൊരു പുണ്യസ്ഥലമായി അടയാളപ്പെടുത്തിയിട്ടില്ല. അവിടെ പോയി നമസ്കരിക്കുന്നതോ അവിടെ പോയി പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചോ ഒന്നും പ്രത്യേകത ഇസ്ലാമിലില്ല. എന്നാൽ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹി ആദ്യമായി ലഭിച്ചത് ഹിറാ ഗുഹയിൽ വെച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാം, സൂറത്തുൽ അലക്കിലെ ഏതാനും ചില ആയത്തുകളാണ് അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി വഹി ലഭിക്കുന്നത് അവിടെ വെച്ചാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആണ് വഹിയുമായി വരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയമില്ലാത്ത ഒരു സംഭവമാണ് ആദ്യമായി നടക്കാൻ പോകുന്നത്. അതും രാത്രിയാണ്. ഈ ഗുഹയിൽ തൻ്റെ സമൂഹത്തിൻ്റെ അനാശാസ്യ പ്രവർത്തനങ്ങൾ കണ്ട് സഹികെട്ട് അതിൽ നിന്നൊരു മോചനം ആഗ്രഹിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ധ്യാനിച്ചിരിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ആ പ്രാർത്ഥനക്കൊടുവിലാണ് ഒരു ഉത്തരമെന്നോണം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രത്യക്ഷപ്പെടുകയും പ്രവാചകനോട് ഇഖ്റ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന ബിഖാരി, എനിക്ക് വായിക്കാൻ അറിയുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നുകൂടി ആവർത്തിച്ച് പറഞ്ഞു. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്തോ കൊണ്ടുവന്ന് അത് നോക്കി വായിക്കാനാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വായിക്കാൻ അറിയുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പ്രവാചകനോട് 3 തവണ പറഞ്ഞപ്പോൾ അങ്ങനെ പ്രവാചകനെ അടക്കി പിടിച്ച് വെള്ളവസ്ത്രധാരിയായ മനുഷ്യരൂപം പൂണ്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനെ മുറുക്കി പിടിച്ച് കെട്ടിപ്പിടിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഒരിക്കൽ പറഞ്ഞു, ജിബ്രീൽ എന്നെ കെട്ടിപ്പിടിച്ചപ്പോൾ എൻ്റെ എല്ല് പൊട്ടുമാറ് വിധത്തിലാണ് എന്നെ ചേർത്ത് പിടിച്ചത്, ഞാൻ ഭയപ്പെട്ടു പോയി. അങ്ങനെയാണ് ഹിറയിൽ നിന്ന് ഈ വഹി ലഭിച്ച് താഴെ ഇറങ്ങുന്നത്. അങ്ങനെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്ന് പ്രയാസപ്പെട്ടുകൊണ്ട് ജമ്മിലൂനി എന്നെ പുതപ്പിക്കൂ എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. ഖദീജ റളിയല്ലാഹു അൻഹ ഒരു സംഭവം തന്നെയായിരുന്നു. അത് മറ്റൊരു വശമാണ്. ഖദീജ റളിയല്ലാഹു അൻഹ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഹിറാ ഗുഹയിൽ പോയിരിക്കുവാൻ വേണ്ടി ഖദീജ ബീവിയോട് സംസാരിച്ച് പങ്കുവച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ പോയിരിക്കുന്നത്. ഈ ഓരോ സമയങ്ങളിലും ഭക്ഷണം എത്തിച്ചു കൊടുത്തത് ഖദീജ റളിയല്ലാഹു അൻഹ ഈ കുന്ന് കയറിയിട്ടാണ്. ആലോചിച്ച് നോക്കണം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കയറുക എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു പ്രയാസമുള്ള ഒരു സംഗതിയായി കാണുന്നത്. ഖദീജ റളിയല്ലാഹു അൻഹക്ക് ആ സമയത്ത് എത്ര വയസ്സുണ്ടാവും? നബിയെ വിവാഹം കഴിക്കുന്ന സമയത്ത് എത്ര വയസ്സുണ്ട്? 43. പിന്നീട് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് സംഭവിക്കുന്നത്. അങ്ങനെ ഖദീജ റളിയല്ലാഹു അൻഹ അതിന് മുകളിൽ കയറി ദിവസങ്ങളോളം ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു രാത്രിയിൽ ഇത് സംഭവിക്കുന്നത്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, നാം ലൈലത്തുൽ ഖദ്ർ, ആ രാവിലാണ് നാം ഖുർആനിനെ അവതരിപ്പിച്ചത്. നമുക്ക് അറിയാം, റമദാനിൽ അത് കഴിഞ്ഞു പോയി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, ഖദീജ റളിയല്ലാഹു അൻഹ അനുഭവിച്ച ത്യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ ഭർത്താവ് എന്തെങ്കിലും ചെയ്യുമ്പോൾ പിന്തുണ കൊടുക്കുക, പ്രത്യേകിച്ച് ഇസ്ലാമിന് വേണ്ടി പിന്തുണ കൊടുക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. അതായത് ഇത്രയും വലിയൊരു കുന്ന് കയറി അവിടേക്ക് ഭക്ഷണം എത്തിക്കുന്നു, എന്നിട്ട് രാത്രിയിൽ പേടിച്ചാറുണ്ട് വീട്ടിലേക്ക് വരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ, നമ്മൾ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ പറയും, നിങ്ങൾക്ക് വല്ല ഭ്രാന്തുണ്ടോ ആ കുന്നിൻ്റെ മുകളിൽ പോയിട്ട് അവിടെ പോയിരിക്കാൻ? അപ്പോൾ ഞാൻ പറഞ്ഞാലാണ് പോകണ്ടെന്ന്. എന്നിട്ട് പേടിച്ചാറിട്ട് വന്നിട്ട് മനുഷ്യൻ എന്ന് പറയില്ല, നിങ്ങൾ പറയും. പക്ഷെ അങ്ങനെയല്ല ഖദീജ. നിങ്ങൾ ഇനി ഖദീജമാരാകേണ്ടതുണ്ട്. ഇവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ തീരുമാനം എടുക്കണം. ഇസ്ലാമിന് വേണ്ടിയിട്ട്, നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ത്യാഗം ചെയ്യുമ്പോൾ അത് മുടക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ഭാഗത്ത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഖദീജ റളിയല്ലാഹു അൻഹ അങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞില്ല. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനു പേടിക്കണേ? പറഞ്ഞ വർത്താനം കേട്ടോക്കി. നിങ്ങൾ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന മനുഷ്യനാണ്. നിങ്ങൾ ആളുകൾക്ക് അനാഥകളെ സംരക്ഷിക്കുന്നവനാണ്. നാട്ടുകാർക്ക് ഉപകാരം ചെയ്യുന്നവനാണ്. നിങ്ങൾ എന്തിനു പേടിക്കുന്നു? നിങ്ങളുടെ കൂടെ ദൈവം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ പേടിക്കാതിരിക്കുമെന്ന് സമാധാനിപ്പിക്കുകയാണ് ചെയ്ത്. എന്തെങ്കിലും ഇതൊക്കെ വലിയൊരു പാടാട്ടാ. ഭർത്താക്കന്മാരെ എന്തെങ്കിലും ബിസിനസ്സിൽ എന്തെങ്കിലും ഫെയിലായി പോവേ, അതല്ലെങ്കിൽ ജോലിയിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ, അപ്പോൾ ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറഞ്ഞല്ലോ, അതല്ല ചെയ്യേണ്ടത്. അത് സാരമില്ല, ഇനി പടച്ചോന് എന്തെങ്കിലും ഒരു നല്ലത് തീരുമാനിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞ് അങ്ങനെ ആശ്വസിപ്പിക്കുവാനുള്ള ഒരു സംസ്കാരം ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പാഠം. അപ്പോൾ ആ അർത്ഥത്തിൽ അതിനെ നമ്മൾ കാണേണ്ടതുണ്ട്. പിന്നെ ഇത് ഒരു ആരാധനാ മനോഭാവത്തോടു കൂടി തന്നെ കാണേണ്ടതില്ല.
ഇത്രയും കഷ്ടപ്പെട്ട് മുകളിൽ പോയി കാണണമെന്നും അല്ലെങ്കിൽ അത് ഒരു വികാരമായിട്ട് നമുക്ക് ഏറ്റെടുക്കാം. അത് ചരിത്രപ്രധാനമായ ഒരു സംഗതിയാണ്. അതിനൊന്ന് കാണുക എന്നുള്ള കണ്ണ് നിറയെ കാണുമ്പോൾ ഈ ചരിത്രം പ്രവാചകന്റെ പാദസ്പർശമേറ്റ ആ ഒരു സ്ഥലമാണ് എന്നുള്ള ആ ഒരു വികാരത്തോടു കൂടി നമുക്കിതിനെ കാണാം. എന്നാൽ ഇസ്ലാമിൽ അതിനൊരു ആരാധനാ മനോഭാവമോ അതല്ലെങ്കിൽ അതിനൊരു പ്രത്യേക പുണ്യമോ ഈ കയറ്റം കയറി കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ളതും അങ്ങനെയില്ല. പക്ഷെ നമ്മുടെ